എല്ലാവർക്കും ലീവ് ഉണ്ടാവുന്ന ദിവസങ്ങളിലേ പൊതുവെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി പൂരിക്കുള്ള മാവ് ഒക്കെ കുഴച്ച് ഉരുട്ടി വെക്കുക, പിന്നെ മസാല കറി ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെ രാത്രി തന്നെ ചെയ്ത് വെച്ചാൽ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റാൽ മതിയല്ലോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചത്തേക്കുള്ളത് ചില ദിവസങ്ങളിൽ നമുക്ക് ഓരോരോ ഓർമ്മകളാണ്. പഴംപൊരി കഴിക്കണം, അല്ലെങ്കിൽ ഉണ്ടംപൊരി കഴിക്കണം, അങ്ങനത്തെയൊക്കെ, ചിലപ്പം പുഴുക്ക് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ ജീരകശാല അരി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കണം. ഇവിടെ പൊതുവെ ബസ്മതി റൈസാണ് കേട്ടോ കിട്ടാറ്. സാധാരണ കിട്ടാറ് എന്നല്ല, ഇവിടെ ഉണ്ട്, പക്ഷെ ഉണ്ടാക്കാറ് സാധാരണ ബസ്മതി റൈസ് ആയിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടിട്ടുള്ളത് ബസ്മതി റൈസിലുള്ള ബിരിയാണിയാണ്. സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഇത് മാഗി നൂഡിൽസ് എങ്ങാനാണ്, അത്രയും നീളം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമുക്ക് നമ്മുടെ നാടും അതേപോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുമ്പം അതിലൊന്ന് വരുന്നത് തന്നെയാണ് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ജീരകശാല വെച്ചിട്ട് നല്ല ബിരിയാണിയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മൂത്ത ആൾക്ക് ഫിഷിനോട് അത്ര താല്പര്യം പോരാ. അതിന് ചെമ്മീൻ, അതേപോലെ ചിക്കൻ, മുട്ട, ഇതൊക്കെയാണ് അവന് താല്പര്യം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവ് ആവുമ്പം നമുക്ക് വേറെ വേറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് നല്ലത് ഇതുപോലെ ചിക്കൻ ബിരിയാണിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒറ്റ കാര്യത്തിൽ അങ്ങ് കഴിഞ്ഞല്ലോ എല്ലാവർക്കും. അപ്പോൾ ചിക്കനും ഫിഷൊക്കെ ഏകദേശം ഞാനിതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ കുക്കറിൻ്റെ അകത്ത് നമ്മുടെ മസാലയും ചിക്കനൊക്കെ ഇട്ടൊന്ന് വേവിച്ച് എടുക്കുകയാണേ. അപ്പോൾ ഇതിപ്പോൾ ആർക്കും റെസിപ്പീൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ആദ്യം ഞാനൊന്ന് ചിക്കൻ വേവിച്ചെടുക്കും, അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മുടെ അരി തനിയെ വേവിച്ചിട്ട് ഇതിനകത്ത് ഇടുക. നാട്ടിലത്തെ അത്ര ടേസ്റ്റൊന്നും കിട്ടുന്നില്ലെങ്കിലും ഏകദേശം ടേസ്റ്റൊക്കെ നമുക്ക് എടുക്കാമല്ലോ. ഇപ്പം മെയിനായിട്ട് എനിക്ക് തോന്നുന്നു എത്ര ഉണ്ടാക്കിയാലും നാട്ടിലെ ടേസ്റ്റ് വരാത്തതിന് വെള്ളവും ഒരു കാരണം തന്നെയായിരിക്കും. വെള്ളത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് ഇവിടുത്തെ വെള്ളത്തിന് അത്ര ഉണ്ടാവില്ല. പിന്നെ ഒരു നല്ല നാട്ടിലെ ചട്നി ഒന്ന് അരയ്ക്കുന്നുണ്ട്, പുതിന മല്ലിയില വെച്ച ചട്നി. ഞാനിതാ മുട്ടയും രണ്ടെണ്ണം വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു എഗ്ഗ് കുക്കറാണ്. അത് നല്ല സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് നമ്മുടെ കുങ്കുമപ്പൂവ് വെള്ളത്തിൻ്റെ അകത്ത് കലക്കിയിട്ട് ബിരിയാണിയിലേക്ക് ഒരു കളറിന് വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഉടനെ തന്നെ നമ്മൾ വെച്ചാൽ കുറച്ച് വൃത്തിയിൽ കിടന്നോളൂ കേട്ടോ അടുക്കള. പൊതുവേ ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിതാ ഇവിടെ അരിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. റൈത്ത ഒന്ന് ഉണ്ടാക്കുകയാണ്. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ റൈത്തയ്ക്ക്. ഇപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ്.